പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാ വളരെ ഭംഗിയുള്ളൊരു കപ്പ് ഷാൻഡിലിയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നമുക്ക് ശ്രദ്ധിക്കാം. ഇതിനായി വേണ്ടത് ഒരു കപ്പ്, ഗ്ലൂ, സ്റ്റിഫ് സ്ട്രോ, ഒരു കത്രിക, ബോട്ടിൽ ക്യാപ്പ്, കളേർഡ് ടേപ്സ്, കളർ ബീഡ്സ് ഇവയൊക്കെയാണ്. ആദ്യം ഒരു കപ്പ് എടുത്ത് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെയൊരു തുളയുണ്ടാക്കുക. തുളയുണ്ടാക്കിയതിന് ശേഷം നമ്മൾ നൂലിൽ കോർത്ത ബീഡ്സ്, ഇങ്ങനെ പല വർണ്ണങ്ങളിലുള്ള ബീഡ്സ് ഒരു ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ കപ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ചുവപ്പും പച്ചയും നിറമുള്ള ടേപ്പാണ് ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ ഒരു ബോട്ടിൽ ലിഡ് എടുത്ത് അതിലൊരു ചെറിയ ദ്വാരം ഇതുപോലെ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കപ്പിൻ്റെ അടിഭാഗത്തുണ്ടാക്കിയ ദ്വാരത്തിൻ്റെ ചുറ്റും റബ്ബർ അഡ്ഹസീവ് പുരട്ടി നമ്മുടെ ബോട്ടിൽ ലിഡ് അതിൽ ഒട്ടിക്കുക. നോക്കൂ, ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം കപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെയൊരു ദ്വാരമുണ്ടാക്കി അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ വീണ്ടും ഒരു തുളയുണ്ടാക്കി ഇങ്ങനൊരു സ്ട്രോയിൽ റബ്ബർ ബാൻഡ് കെട്ടി ഇങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 2 തുളയിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇങ്ങനെ അമർത്തി കയറ്റി വെച്ചതിന് ശേഷം ആ റബ്ബർ ബാൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോട്ടിൽ ലിഡിൻ്റെ ദ്വാരത്തിലൂടെ ഇങ്ങനെ എടുത്ത് ഒരു സ്ട്രോ അതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. നോക്കൂ, ഇതുപോലെ. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ഒരു കപ്പ് ഷാൻഡിലിയർ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മോഡൽ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുകളിൽ വെച്ച ഈ സ്ട്രോ ഇങ്ങനെ കറക്കുക. നന്നായി റബ്ബർ ബാൻഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, ടൈറ്റ് ആവുന്നത് വരെ. നോക്കൂ, ട്വിസ്റ്റ് ചെയ്ത റബ്ബർ ബാൻഡ് അടിയിൽ നിന്ന് കാണാൻ ഇതുപോലെയാണ്. നന്നായി ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടിവശത്ത് കാണാം എങ്ങനെയാണ് ഇത് ട്വിസ്റ്റ് ആവുന്നതെന്ന്. നന്നായിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ കറക്കിയതിന് ശേഷം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ട് തന്നെ കറക്കുക. കറക്കിയതിന് ശേഷം നമ്മൾ സ്ട്രോ ഒരു കൈ കൊണ്ട് പിടിച്ച് കപ്പ് വിടുമ്പോൾ ഇതാ നമ്മുടെ ഷാൻഡിലിയർ തയ്യാറായി കഴിഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ വലിയ ബാൻഡുകൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ നീളം കുറഞ്ഞു. നമുക്ക് വീണ്ടും ഈ പരീക്ഷണം ചെയ്തു നോക്കാം. വീണ്ടും നമ്മുടെ സ്ട്രോ ഇങ്ങനെ കറക്കി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കൂ, ഇങ്ങനെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രോ ഒരു കൈ കൊണ്ട് പിടിച്ച് ഇതനക്കുമ്പോൾ ഇതാ വീണ്ടും അത് കറങ്ങുന്നു. നോക്കൂ, ഇതുപോലെ. ഇതാ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ബാൻഡ് എന്തുകൊണ്ടാണ് ഇതുപോലെ കാണപ്പെടുന്നതെന്ന്. ക്യാമറയുടെ അപ്പാർച്ചർ ക്യാപ്ചർ ചെയ്യുന്ന ഭാഗം ആ മൂവ്മെൻറ്റിൽ ക്യാപ്ചർ ചെയ്യുന്നത് ഇത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാൻഡിൽ ഇങ്ങനെ ബാൻഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ക്യാമറയ്ക്ക്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന രസകരമായ ഒരു കളിപ്പാട്ടമാണ് കപ്പ് ഷാൻഡിലിയർ.